നമ്മൾ ഈ തൃശ്ശൂരിലാണ് ഈ ആക്ഷേപം തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം ഉന്നയിക്കപ്പെട്ടത്. അത് കെ മുരളീധരന്റെ ഒരു ആക്ഷേപമായി മാറുകയും ചെയ്യുകയാണ്. ഡാനി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തൊട്ട് പിറ്റേന്ന് കെ മുരളീധരനോട് ഈ പ്രതികരണം തേടുന്നത്. VS സുനിൽകുമാർ ഇടതു സ്ഥാനാർത്ഥി CPM അങ്ങനെ വോട്ട് മുറിക്കില്ല എന്ന കാര്യം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അന്ന് സുനിൽകുമാർ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മുരളീധരന്റെ ആക്ഷേപം അദ്ദേഹം വീണ്ടും ഇത് ഉന്നയിക്കുമ്പോൾ ചില കണക്കുകൾ മുരളീധരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ധാരണയിലുള്ള വോട്ട് മറിക്കലുകൾ നടന്നിട്ടുണ്ട് എന്നതാണ്. അവിടെ മുരളീധരൻ ആരോപണത്തിൽ മുരളീധരൻ പ്രധാനമായും ഉന്നയിക്കുന്നത് CPM നേതൃത്വത്തെയാണ്. കാരണം അവിടെ CPIയുടെ സീറ്റാണ്, CPI കാൻഡിഡേറ്റ് ആണ് മത്സരിച്ചത്. പക്ഷേ CPM BJPക്ക് വോട്ട് മറിച്ച് ചില മറ്റു മണ്ഡലങ്ങളിലെ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നതാണ്. ഈ മുരളി മുന്നോട്ട് വയ്ക്കുന്ന കണക്ക് എന്താണ്? അതിന്റെ വസ്തുത എത്രമാത്രമുണ്ട് ഡാനി? സജിത, തെരഞ്ഞെടുപ്പിന്റെ അന്ന്, അതായത് 26-ന് വൈകിട്ട് വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയായിരുന്നു കെ മുരളീധരൻ ഈ വിഷയങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം മണ്ഡലത്തിൽ സമ്പൂർണ്ണമായ ഒരു വിജയം നേടും, ഒരു ആധിപത്യം കോൺഗ്രസിനുണ്ടാകും, കോൺഗ്രസ് മണ്ഡലം തിരിച്ചെടുക്കും, എല്ലാ കാലവും കോൺഗ്രസിനൊപ്പം നിന്ന ഒരു മണ്ഡലമാണ്, UDF മണ്ഡലമാണ് എന്ന ആ രീതിയിലെല്ലാം ഉള്ളൊരു പ്രതികരണമായിരുന്നു. പിറ്റേന്ന് ആ രാത്രിക്ക് ശേഷം ഏറ്റവും ആദ്യത്തെ ഒരു പ്രതികരണം ന്യൂസ് 18നോടായിരിക്കാം ഒരുപക്ഷെ. അദ്ദേഹത്തിനോട് നമ്മൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം ഈ ക്രോസ് വോട്ട് എന്നൊരു അദ്ദേഹത്തിൻ്റെ ആരോപണത്തിലേക്ക് ചോദ്യങ്ങളില്ലാതെ തന്നെ അദ്ദേഹം സ്വയം എത്തുകയായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം വളരെ പെട്ടെന്നാണ് ആ ഒരു വിഷയത്തിലേക്ക്, ഞാൻ ഇങ്ങനെ നടന്നതായി സംശയിക്കുന്നു, അത് എത്രമാത്രമുണ്ട് എന്നത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. വ്യാപകമായ രീതിയിൽ ഈ CPM ഇങ്ങനെ ക്രോസ് വോട്ട് നടത്തിയിട്ടുണ്ട്. അവർ പ്രാഥമികമായൊരു ലക്ഷ്യം തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നതിനപ്പുറം തന്നെ BJPയെ സഹായിക്കുക എന്നതാണ്. ഇത് സംസ്ഥാന വ്യാപകമായി ഉണ്ടാക്കിയ ഒരു അലയൻസാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതലായത് തൃശ്ശൂരിൽ നടന്നുവെന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു. അദ്ദേഹം തൃശ്ശൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും നഗര കേന്ദ്രീകൃതമായ തൃശ്ശൂരും അതോടൊപ്പം തന്നെ മറ്റു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ നാട്ടിക ഉൾപ്പെടെയുള്ളൊരു ഭാഗങ്ങൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ കൂടുതലും ഒരു നഗര സ്വഭാവം കാണിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ രീതിയിലുള്ളൊരു വോട്ട് മറിച്ച് നൽകിയിട്ടുണ്ട് എന്നൊരു വിശ്വാസമാണ് കെ മുരളീധരൻ പറയുന്നത്. അത് ഒരു വലിയ അലയൻസിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ പ്രതിഫലിക്കുകയാണ്. എന്തുകൊണ്ട് തൃശ്ശൂർ എന്ന് അദ്ദേഹം പറയുന്നു? തൃശ്ശൂർ എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ വിജയം നേടേണ്ടത് അവർക്ക് അനിവാര്യവുമാണ്. എന്നാൽ ആ വിജയത്തിന് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് പ്രധാനമായും തന്നെയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് അതിന് നേട്ടമുണ്ടാകുന്നത്. അപ്പോൾ അത്തരമൊരു നേട്ടങ്ങൾക്ക് വേണ്ടി ഇവിടെ വോട്ട് കച്ചവടം നടന്നിരിക്കുന്നു, ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് തന്നെ പറയുന്നു. ഇവിടെ BJP ഇപ്പോൾ കോൺഗ്രസ് UDF വിജയം നേടുമെന്ന് അദ്ദേഹം പറയുമ്പോൾ കൂടിയും അദ്ദേഹം ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. 2ാം സ്ഥാനത്തേക്ക് അതിൽ NDA കടന്നു വരും, BJP കടന്നു വരുമെന്ന് പറയുന്നു. തൻ്റെ വിജയപ്രതീക്ഷകളെ അദ്ദേഹം ഒരിക്കലും ഇല്ലാതാക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യം BJP അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്തും. ഒരിക്കലും LDFനെ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് കാണുന്നില്ല. നേരിട്ടുള്ള മത്സരം നടന്നത് BJPയുമായിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഇങ്ങനെയൊരു ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് VS സുനിൽകുമാർ നടത്തിയ പ്രതികരണം, ഇത് മുരളീധരന് തികഞ്ഞ പരാജയഭീതി നിലനിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്ന രീതിയിൽ മാത്രം ഇത് കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ കൃത്യമായി പരാജയപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു കാരണം മുൻകൂറായിട്ട് തന്നെ തേടുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ തന്നെയും അദ്ദേഹത്തെ താല്പര്യമില്ലാത്തവർ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വോട്ടുമറിയാനുള്ളൊരു സാധ്യതയുണ്ട്, കോൺഗ്രസിൽ നിന്ന് വോട്ടുമറിയാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ രീതിയിലൊരു ആരോപണം വളരെ തുടക്കത്തിൽ ഉന്നയിക്കുന്നതെന്നാണ് VS സുനിൽകുമാർ പറയുന്നത്. കേഡർ പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവം എന്നത് മുരളീധരനെ മനസ്സിലാവുകയില്ല. അവ ഒരിക്കലും വോട്ട് ആ രീതിയിൽ ചോരുകയില്ല എന്നാണ് ഇടതുപക്ഷം LDF ഇത് സംബന്ധിയായ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ പിന്നീട് മുരളീധരൻ തൻ്റെ ഈ ആക്ഷേപം തിരുത്തിയിട്ടുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ക്രോസ് വോട്ട് തൃശ്ശൂരിൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതാണ് സാഹചര്യം. അതാണ് തൃശ്ശൂരിലെ